മുമ്പ് മുമ്പ് പല ലേഖനങ്ങളിലും പല വീഡിയോകളിലും നമ്മൾ ചർച്ച ചെയ്തിരുന്ന നമ്മൾ പ്രതിപാദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ജനാധിപത്യം അത് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിലൊന്നായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലുകളിലൊന്നായി നമ്മൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത്, എല്ലാ ലോകം മനസ്സിലാക്കുന്നത്, അവിടെ പ്രതിപക്ഷത്തിനും പ്രതിഷേധത്തിനുമുള്ള അവസരം, സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കനുസരിച്ചുള്ള സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാത്ത സമൂഹമാണ് കേരളം എന്നുള്ളത് നമ്മൾ കേരളത്തിലെ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു. അത്തരമൊരു വൈരുദ്ധ്യം, ജനാധിപത്യം സൃഷ്ടിക്കുന്ന ഒരു വൈരുദ്ധ്യം, ജനാധിപത്യം കൊണ്ട് ഉണ്ടാകുന്നൊരു ദോഷഫലമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തികമായ സ്വയം പര്യാപ്തയില്ലായ്മ, വ്യവസായ സൗഹൃദമല്ലാത്തൊരു സാഹചര്യം. അത്തരമൊരു വൈരുദ്ധ്യങ്ങളിൽപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നൊരു സമൂഹമായിട്ട് കേരളം ഇന്നും ഉണ്ട് എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ലോകത്തെ അപൂർവം സമൂഹങ്ങളിൽ ഒന്ന് ജനാധിപത്യത്തിന്, സ്വതന്ത്ര ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കേരളമാണെന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം. എതിരഭിപ്രായങ്ങളുള്ള അസഹിഷ്ണുതയിൽ നിന്ന് തുടങ്ങുന്നതാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ഇടതുപക്ഷമായി പരിണമിക്കുന്നതിനെക്കുറിച്ചും ഇടതുപക്ഷത്തെ കമ്മ്യൂണിസത്തെ മോചിപ്പിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കാരണം ജനാധിപത്യ സംവിധാനങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ജനാധിപത്യ സംവിധാനങ്ങളിലെ വളർച്ചയിലും ഇത്തരം പോരാട്ടങ്ങൾക്ക് വലിയ അവിടെയാണ് നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ MP-ക്ക് ഏത് മണ്ഡലത്തിലും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയേണ്ട ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. അതേപോലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അവിടെ നമ്മൾ മറ്റൊരു വൈരുദ്ധ്യത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ആ വൈരുദ്ധ്യവും വൈവിധ്യവും ഒന്നു ചേർന്നാൽ മാത്രം ലഭിക്കുന്ന ആ ഒരു ഏകത്വത്തെ, അതിനെയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ, അതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്ക്, പ്രാദേശിക രാഷ്ട്രീയത്തിന്, പ്രാദേശിക വികാരങ്ങൾക്ക് ദേശീയതമായി ലയിച്ചു ചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ, അതിൻ്റെ പ്രാധാന്യം അവരെ അറിയിപ്പിച്ചുകൊണ്ട് തന്നെ പ്രാദേശിക വികാരങ്ങൾക്കും പ്രാദേശികമായ സവിശേഷതകൾക്കും പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം. അതിനെയാണ് തിരഞ്ഞെടുപ്പ് ചെലവിൻ്റെ പേരിൽ നരേന്ദ്രമോദി ഏകീകരിക്കാൻ ശ്രമിക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ പല ഘട്ടങ്ങളിലാണ്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ വൈരുദ്ധ്യം ആരംഭിക്കുന്നത്. ക്രമസമാധാനം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വരെ കണക്കിലെടുത്തുകൊണ്ട് എടുക്കുന്ന നടപടികൾ എന്ന പേരിൽ വലിയ രീതിയിലൊരു നീട്ടിക്കൊണ്ടുപോകൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നു. അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വൈരുദ്ധ്യം. തിരഞ്ഞെടുപ്പുകളെ, ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന അതേ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് വ്യക്തമായി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാരണം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ പല ഘട്ടങ്ങളിൽ നീട്ടിക്കൊണ്ടുപോകും. അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ചില വസ്തുക്കളിലേക്ക് കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് സ്ഥാനം രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നേരിടുന്ന മന്ത്രിമാരെന്ന് പറയുന്നത്. MLA രാജിവെച്ച് MP ഇലക്ഷൻ മത്സരിക്കുന്നു, MP രാജിവെച്ച് MLA ഇലക്ഷൻ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ച് സംസാരിക്കുന്ന അതേ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും തിരഞ്ഞെടുപ്പ് ചിലവല്ല എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? MP-യെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ആ സ്ഥാനം രാജിവെച്ച് MLA മത്സരിക്കുന്നു. തികച്ചും 100% രാഷ്ട്രീയ കാരണമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിക്കുന്നൊരു കാരണമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു MLA-യെ തിരഞ്ഞെടുക്കുന്നതിൽ
ഒരു MLAക്ക് ലഭിക്കുന്ന വോട്ടുകൾ കുറഞ്ഞത് 25% വോട്ടുകളിലും നിഷ്പക്ഷമായ വോട്ടുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും വിധേയത്വമോ താല്പര്യമോ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ലാത്ത ഒരു കൂട്ടമാണ്. പ്രത്യേകിച്ചും കേരളം പോലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ആ 25% ആളുകളുടെ തിരഞ്ഞെടുപ്പിനെ അവരുപയോഗിച്ച സമയം, അവർ ചിലവഴിച്ച സമയം തിരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്സവമാണ്, വലിയൊരു അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത ഒരു പറ്റം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ, ഒരു വലിയ സമൂഹത്തെ പരസ്യമായി അവഹേളിച്ചുകൊണ്ടാണ് ഒരു MP MLA തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഒരു MLA MP തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കാരണം ഈ തീരുമാനം എടുക്കുന്നത് ജനങ്ങളല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിക്കുന്നത്. ഇപ്രാവശ്യം തന്നെ കേരളത്തിൽ 2-3 നടക്കുന്നു. ഒന്ന് പാലക്കാട്, എൻ്റെ ജില്ലയായ പാലക്കാട് ഷാഫി പറമ്പിലാണ് ഒരു വലിയ ഉദാഹരണം. അവിടെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ബോധം ഉയരാത്തതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. കാരണം ഇത് തിരഞ്ഞെടുപ്പ് ചെലവ്, ഒന്നാമത്തെ കാര്യം തിരഞ്ഞെടുപ്പ് ചെലവ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനത്തെ അവഹേളിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി മാത്രമായി മാറുന്നു. എന്നിടത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പരിഹാസമായി മാറുന്നു. അതിനേക്കാൾ ഉപരി കേരളത്തിനുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ സാക്ഷരത തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇപ്പോൾ ചില പ്രധാനപ്പെട്ട ഉപഘടകങ്ങൾ നമ്മളിവിടെ വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അംഗസംഖ്യ കൊണ്ടോ ഭൂവിസ്തൃതി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തൊരു രാഷ്ട്രീയ സമൂഹമാണ് കേരളത്തിലെ. സീറ്റുകളുടെ എണ്ണം കൊണ്ടോ ഭൂമിശാസ്ത്രമായ സവിശേഷത കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സവിശേഷതയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയോ രാജ്യത്തിൻ്റെ നയങ്ങളെയോ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയല്ല കേരളത്തിൻ്റെ. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൈദേശിക ആധിപത്യത്തോട് താരതമ്യേന വൈദേശിക അധിനിവേശത്തിൻ്റെ ദുരിതം താരതമ്യേന കുറവ് അനുഭവിച്ച ഒരു സമൂഹമാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ കുറവ് അനുഭവിച്ചൊരു സമൂഹമാണ് കേരളത്തിൽ. എന്നിട്ട് പോലും ഏറ്റവും മികച്ച സാമൂഹിക, ഏറ്റവും മികച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ഏറ്റവും മികച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കേരളം സൃഷ്ടിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്. ശക്തമായ ഒരു ദേശീയബോധം, അതും വിശാല മാനവികതയിൽ ഊന്നിയൊരു ദേശീയബോധമാണ്. എൻ്റെ രാജ്യമാണ് ലോകത്തെ എല്ലാ രാജ്യത്തേക്കാൾ മികച്ചത്, എൻ്റെ ഭാഷയാണ് ലോകത്തെ എല്ലാ ഭാഷയേക്കാൾ മികച്ചത് എന്നുള്ളൊരു ഇടുങ്ങിയ മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു ദേശീയതയല്ല. അത് വളരെ വിശ്വമാനവികൻ ആവാൻ യോജിക്കുന്ന ഒരു യൂറോപ്പിനെ പോലെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമാനമായ ഒരു വിശ്വമാനവികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയൊരു സ്വാധീനമൊന്നുമില്ലാത്തൊരു സമൂഹമായി കേരളം നിലനിൽക്കുന്നതും വിദേശ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ കേരളത്തിലുള്ളവർക്കും കേരളത്തിലെ ഭരണകൂടത്തിനും കഴിയുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാർവദേശീയത, വിശ്വമാനവികതയിൽ ഊന്നിയ ഒരു സാർവദേശീയതയാണ്. അതുതന്നെയാണ് നേരിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ദുരിതം തെക്കേ ഇന്ത്യയേക്കാൾ താരതമ്യേന കുറവ് അനുഭവിച്ചിട്ട് പോലും നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനും അതുമായി ബന്ധപ്പെട്ട ത്യാഗങ്ങളും മുന്നേറ്റം നടത്താനും കേരളത്തിന് കഴിഞ്ഞത് ഈ ഒരു വിശ്വമാനവികതയിൽ ഊന്നിയ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടാണ്. കൊടുങ്ങല്ലൂർ മുസിരിസ് തുറമുഖം അടക്കമുള്ളവ സൃഷ്ടിച്ച ഒരു വാതിൽ, വിദേശവുമായിട്ടുള്ളൊരു വാതിൽ, കേരളത്തിലെ ചില ഭൂപ്രകൃതി, അതിലെ സവിശേഷം, ഇതെല്ലാം വളരെ മുമ്പ് തന്നെ കുറഞ്ഞ ഒരു 3-4 നൂറ്റാണ്ട് മുമ്പ് തന്നെ
ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ വാതിലുകൾ പുറം ലോകത്തേക്ക് തുറന്നിടാൻ കഴിഞ്ഞൊരു സമൂഹമാണ് കേരളത്തിൻ്റെ. കേരളത്തിൻ്റെ ഭാഷയിലും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിലും ആ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പൊതുജനാരോഗ്യ സംവിധാനത്തിനും അതിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ഭരണ സംവിധാനം കേരളത്തിൽ നിലവിൽ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്ന ഈ തുറന്നിട്ട വാതിലുകളാണ് നമ്മൾ പല വീട്ടിൽ ആവർത്തിച്ച് പറഞ്ഞത്. അത് സൃഷ്ടിക്കുന്ന നമുക്ക് കരുതുന്നതിനേക്കാൾ ഒരു ആഴവും പരപ്പും അതിലുണ്ട്. കാരണം വിശ്വമാനവികൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ആ രാജ്യക്കാരനായി ജീവിച്ചുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വവും സ്വന്തം സവിശേഷതയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നിടത്താണ് ഒരു വിശ്വമാനവികൻ ഉണ്ടാകുന്നത്. കേരളത്തിലെ കള്ളി ഷോപ്പിൽ കയറിയിരുന്ന് കപ്പയും മീനും കഴിക്കുന്ന സായിപ്പും മാതാമയും അത്തരമൊരു ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പാശ്ചാത്യ സമൂഹത്തിൻ്റെ ഒരു തുറന്ന കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയിൽ, അത് നൽകുന്ന സംരക്ഷണത്തിൽ, അത് നൽകുന്ന സുരക്ഷയിൽ വിദേശ സമൂഹങ്ങൾക്കുണ്ടാകുന്ന ഒരു വിശ്വാസം. ഇതെല്ലാം ഒരു കൂട്ടായ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുത്ത് ഉണ്ടായ ഒരു സാംസ്കാരിക പുരോഗതിയുടെ തിരുശേഷിപ്പുകളാണ്. അവശേഷിപ്പുകളതിനേക്കാൾ തിരുശേഷിപ്പുകളാണ്. സാംസ്കാരിക പുരോഗതി എന്ന് പറയുന്നത് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉന്നതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം. മതമോ ഭാഷയോ ലിംഗമോ വർണ്ണമോ ദേശീയതയോ ഒന്നും ഏതെങ്കിലും ഒരു ഇടുങ്ങിയ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങാതെ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും തിരസ്കരിക്കേണ്ടവയെ തിരസ്കരിക്കാനും ഉൾക്കൊള്ളേണ്ടവയെ ഉൾക്കൊള്ളാനും കഴിയുന്ന വളരെ തുറന്നൊരു സമീപനം. ആ സമീപനമാണ് യഥാർത്ഥത്തിൽ സാമൂഹിക സാംസ്കാരിക പുരോഗതി. അത്തരമൊരു സാമൂഹിക സാംസ്കാരിക പുരോഗതി തന്നെയാണ് എല്ലാ കാലത്തും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന പദവിയിലെത്തുന്ന ആളുകളെ കേരളത്തിൽ നിന്നും സൃഷ്ടിച്ചത്. അവിടെ നമ്മൾ കേരളത്തിൻ്റെ സവിശേഷതകളിലേക്കല്ല കടക്കുന്നത്. അത്തരമൊരു വിശ്വമാനവികൻ എന്ന് പറയുന്നത്, വിശ്വമാനവൻ എന്ന് പറയുന്നത്, മാനവികനല്ല, ക്ഷമിക്കണം, വിശ്വമാനവൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരാളാണ്. ആ അവകാശങ്ങൾ കാലദേശങ്ങൾക്കപ്പുറം പ്രയോഗിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ബോധമുള്ള ആളായിരിക്കണം. ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള ആളായിരിക്കണം. അത്തരമൊരു വ്യക്തി MP രാജിവെച്ച് MLA ആവുന്നു, MLA രാജിവെച്ച് MP ആവുന്നതിൽ ഒരു പൗരാവകാശ ലംഘനം കാണുന്നില്ല, ജനാധിപത്യ ലംഘനം കാണുന്നില്ല എന്നിടത്താണ് കേരളത്തിൻ്റെ അപജയം. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും ഉപയോഗിച്ച അതേ ശൈലിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിലെ BJP എന്ന് പറയുന്ന സംഘടന കടന്നു ചെല്ലുന്നത്. ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം അത് നീട്ടാൻ ഭരണഘടനയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് മോഡി ആയാലും RSS ആയാലും ചിന്തിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇത്തരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാവാം, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യമാവാം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയില്ലാതെ സമവായങ്ങളില്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, നിയമമായി അവതരിപ്പിക്കുന്നു എന്നത് കാണിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മാനസികാവസ്ഥ ഇന്ത്യയിലെ ഭരണാധികാരികൾ വന്നു എന്നുള്ളതും അതിനോട് പ്രതികരിക്കാത്തൊരു പൗരസമൂഹം ഉയർന്നു വരുന്നു എന്നുള്ളതുമാണ് ഇത് കാണിക്കുന്നത്. കാരണം ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. കാരണം പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നത് തിരിച്ചറിയാത്തൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ഭീതിയോടെ നമ്മൾ കാണുന്നത്. പൊതുസമൂഹം ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത്, പ്രത്യേക കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയുന്നില്ല, ഇതൊരു അവകാശ ലംഘനം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്താ പറയുക, മീൻ നന്നാക്കുന്നിടത്ത് പൂച്ച കടം തിരിയുന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് പരിസരത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏത് നിമിഷവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുന്ന സാഹചര്യം വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സർഗാത്മകമായ ചർച്ചകൾക്ക് വഴിയുണ്ടാകുക?
BJP വന്നാലും മോഡി വന്നാലും രക്ഷപ്പെടാൻ കഴിയുമെന്ന മാനസികാവസ്ഥയിൽ ഓരോ ഇന്ത്യക്കാരും എത്തുമ്പോൾ മോഡിയുടെ നയങ്ങളെ, ട്രംപിൻ്റെ നയങ്ങളെ ലോകം ചോദ്യം ചെയ്യാതെ പോവുകയാണ്. ഇത് വലിയ രീതിയിലൊരു അസ്വസ്ഥത ഉണ്ടാകും. കാടിറങ്ങി വരുന്ന വന്യജീവികൾ. പിണറായി വിജയൻ ആക്ഷൻ കാണിച്ചാൽ ഈ മൃഗങ്ങൾ ഓടിപ്പോകുമെന്ന് അരുൺകുമാറോ അനിൽകുമാറോ ചിന്താ ജെറോമോ വസീഫോ ഒക്കെ വിശ്വസിക്കുമായിരിക്കാം, അല്ലെങ്കിൽ A. റഹീമൊക്കെ വിശ്വസിക്കുമായിരിക്കാം. പൊതുജനത്തെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ പൗരൻ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്തൊരു സാഹചര്യം കടന്നു വരികയാണ്. പൗരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത സാഹചര്യം വരികയാണ്. വന്യജീവികളുടെ ആക്രമണമാവാം, ക്യാമ്പസുകളിലെ ഇടതുപക്ഷവൽക്കരണമാവാം, പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം, അതിപ്പോൾ കുടുംബശ്രീയുടെ കാര്യമാവാം, റേഷൻ കടകളിലെ മസ്റ്ററിംഗ് ആവാം. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന മാറിക്കൊണ്ട് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. CAA ആയാലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായാലും മാനവികതയുടെ പേരിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നത് മതത്തിൻ്റെ പേരിൽ ചർച്ചകളാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ പൗരാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാവാത്തൊരു സാഹചര്യം ഇവിടെ ഉയർന്നു വരികയാണ്. ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. MLA MP തിരഞ്ഞെടുക്കുക, MLAയും MPയും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ നികുതി പണമാണ്, ജനങ്ങളുടെ സമയമാണ് ഇവിടെ ചെലവഴിക്കുന്നത്. ഒരു താൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ആ സ്ഥാനം ത്യജിക്കാൻ, വേണ്ട എന്ന് വയ്ക്കാൻ, കൂടുതൽ മികച്ചൊരു സ്ഥാനം തേടി പോകാൻ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അത് ഒരു കൂടുതൽ മികച്ചതല്ലെങ്കിൽ പോലും അത്തരമൊരു അവസരം തേടിപ്പോകാൻ ഒരു ജനപ്രതിനിധിക്കും ഒരു ഭരണഘടനയും അവകാശം നൽകുന്നില്ല. ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജനങ്ങളാണ്. തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ തിരിച്ചറിവിലേക്ക്, ആ പൗരബോധത്തിലേക്ക് മലയാളി എത്തിയിട്ടുണ്ട്.